ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് നമുക്ക് ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നതുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂർ എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ നൂഡിൽസ് കഴിക്കാമെന്നാണ് പ്ലാന്. ഈ കടയിലാവുമ്പോൾ നൂഡിൽസും കെബാബും പിന്നെ എഗ് റൈസിന് അവൈലബിൾ ആണ്. പിന്നെ 50 രൂപയേ ഉള്ളൂ എല്ലാത്തിനും. അപ്പോൾ നൂഡിൽസാണ് കുറച്ച് നല്ലത്, നൂഡിൽസ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നൂഡിൽസ് നമ്മൾ കഴിച്ചു, അത് വലിയ തരക്കേടില്ലായിരുന്നു, സ്പൈസി ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഭയങ്കര ക്വാണ്ടിറ്റി നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന മാതിരിയൊന്നുമല്ല, വലിയ ക്വാണ്ടിറ്റി ഉണ്ട്. 50 രൂപക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പകുതിയേ കഴിച്ചുള്ളൂ, എൻ്റെ വയറ് അപ്പം തന്നെ ഫുള്ളായി. പിന്നെ ബാക്കി വേണ്ടേ കല്ലൂന് ഞാൻ പാഴ്സൽ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 50 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡ് നമുക്ക് വയറ് നിറച്ച് ഇവിടെ കഴിക്കാം. അയ്യോ ഗൈസ്, മഴ പെയ്യുന്നു. നമ്മൾ വേണ്ട ആ നൂഡിൽസ് കഴിച്ച കടയിൽ കുട മറന്നു വെച്ച് അത് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നൂഡിൽസിൻ്റെ കാര്യം. അപ്പോൾ 50 രൂപയ്ക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടോ ഗൈസ്, കുറേ നടന്ന്. അവിടെ കുടയുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല മഴയുമായി. കുട ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. കുട ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കുട കിട്ടി. അല്ലേ നമ്മുടെ മഴ നനഞ്ഞിവിടെ നിൽക്കേണ്ടി വന്നേനെ. കുട കിട്ടിയതും മഴ കൂടിയതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആശ്വാസമായി. ഇനി മെല്ലെ മെല്ലെ നടന്ന് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ വേണ്ടി നമ്മൾ ചായ കുടിക്കാനുള്ള കടയിലെത്തി. ഇവിടെ ചായക്ക് 10 രൂപയാണ്. അപ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒരു ചായ കുടിക്കാം. അപ്പോൾ എത്രയാവും, പ്രൈസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിച്ചിറങ്ങി. ഇനി നമുക്ക് എന്താണ് കിട്ടണതെന്ന് നോക്കാം. ഇനി ആകെ ബാക്കി 40 രൂപയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് ആ സ്ട്രീറ്റിൽ കൂടെ ഒന്നും കൂടെ പോയി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൊത്തം ഇരുട്ട് കുത്തിയ വഴിയാണ്. ഇതിലേ അങ്ങ് നടന്നു പോയാൽ കുറച്ച് ശാന്തതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ട്രീറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മൾ നെക്സ്റ്റ് സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വേണ്ട പാനിപ്പൂരി കാണുന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ഹൈജീനിക്കായിട്ടൊന്നും എനിക്ക് ഫീലല്ല. അപ്പോൾ ഇവിടുന്ന് കഴിക്കുന്നില്ല. നമുക്ക് നോക്കി പോവാം എന്താണ് കിട്ടുക എന്നുള്ളത്. ബാക്കി 40 രൂപയ്ക്ക് എന്താണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. ആയതുകൊണ്ട് നല്ല മാല, ഇങ്ങനത്തെ കളക്ഷനൊക്കെ കാണുമ്പോൾ ഞാൻ അന്തം വിട്ട് നോക്കി നിൽക്കാറുണ്ട്. അധികം എൻ്റെ ഒരു ബലഹീനതയാണ്. സാധാരണ പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ. ഇനി അതെ നമുക്ക് പോകേണ്ട വഴി താണ്ട് ലെഫ്റ്റ് പിടിക്കണം. വണ്ടിയൊക്കെ നോക്കി നമുക്ക് ലെഫ്റ്റ് കടന്ന് പോവാം. ഇവിടെ നല്ല ദോശയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി ഇതിലെ അങ്ങ് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ട്രീറ്റിലെത്തും. നമ്മൾ ഈ സ്ട്രീറ്റ് വഴി തെണ്ടി നടക്കലാണ് ഇന്നത്തെ പരിപാടി എന്ന് തോന്നുന്നു. ഒന്നും കണ്ടില്ല. അവിടെ അത്ര ഹൈജീനിക്ക് അല്ലാത്തത് കൊണ്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് കഴിക്കാതിരുന്നത്. അപ്പോൾ നോക്കി പോവാം, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല. നമ്മൾ മൊമോസ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഹാഫ് മൊമോയാണ് പറഞ്ഞേക്കുന്നത്, അതിന് 40 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറഞ്ഞേക്കാണ്. ഇപ്പോൾ എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 100 രൂപ ലാവിഷായി ചിലവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 100 രൂപയ്ക്ക് നമ്മൾ നല്ല ഒരു ഫുള്ള് നൂഡിൽസ് കഴിച്ചു, പിന്നെ ഒരു ചായ കുടിച്ചു, പിന്നെ ഹാഫ് മൊമോയും കഴിച്ചു. എൻ്റെ വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് ഇത്ര സാധനങ്ങൾ അഫോർഡബിളായിട്ട് വാങ്ങാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് എക്സ്പെൻസ് കുറച്ചും ജീവിക്കാം എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.